കർത്താവ് യേശുമിശിഹായുടെ ജനനപ്പെരുന്നാളിൻ്റെ ശുശ്രൂഷാക്രമത്തിലെ സന്ധ്യാനമസ്കാരം സെദറ ആണല്ലോ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ. അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ടുള്ള രണ്ടാമത്തെ ക്ലാസ്സാണിത്. അപ്പോൾ അതിൽ തന്നെ പറയുന്നുണ്ട്, ന്യായപ്രമാണത്തിൽ സൂചിപ്പിക്കുകയും ദീർഘദർശിമാരാൽ അറിയിക്കപ്പെടുകയും ചെയ്തിരുന്നവയെല്ലാം ഇന്ന് സംഭവിച്ചു. അപ്പോൾ ഇന്ന് സംഭവിച്ച കാര്യങ്ങൾക്കാണ് ഇവിടെ സ്ട്രെസ് കൊടുത്തിരിക്കുന്നത്. മുൾപ്പടർപ്പിൽ ജ്വലിച്ചിരുന്നവൻ ഇന്ന് കന്യകയിൽ നിന്നുദിച്ചു. രോമക്കെട്ടിന്മേൽ മഞ്ഞുതുള്ളി മൂലം തൻ്റെ രഹസ്യത്തെ സൂചിപ്പിച്ചവൻ ഇന്ന് ഉദയം ചെയ്തു. ദക്ഷിണദേശത്ത് നിന്ന് വരുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നവൻ ഇന്ന് പ്രത്യക്ഷനായി. ദക്ഷിണദേശത്തെപ്പറ്റി നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഭൂമി വലതുവശത്തിരിക്കുന്ന പുത്രൻ എന്ന് ദാവീദിനാൽ വിളിക്കപ്പെട്ടവൻ ഇന്ന് ജനിച്ചു. ഇന്ന് ആശ്വാസവൃഷ്ടി ചൊരിയുകയും ഗുഹയിൽ പുല്ല് കിളിർക്കുകയും ചെയ്തു. ഇന്ന് വടി പ്രത്യക്ഷപ്പെടുകയും ഈശായുടെ കുറ്റിയിൽ നിന്ന് മുളയുണ്ടാവുകയും ചെയ്തു. ഇത് ഇച്ചിരി എക്സ്പ്ലനേഷൻ വേണ്ടിയ കാര്യമാണ്. എന്തൊക്കെയാണ്? 3 കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താ? ഒന്ന്, ഇന്ന് ആശ്വാസവൃഷ്ടി ചൊരിയുകയും ഗുഹയിൽ പുല്ല് കിളിർക്കുകയും ചെയ്തു. അതേപ്പറ്റി ആദ്യം സംസാരിക്കാം. അപ്പോൾ ഗുഹയിൽ പുല്ല് കിളിർത്തെന്നാണ് പറയുന്നത്. വിതയ്ക്കാതെ പുല്ല് കിളിർത്തു. പിതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്, കന്യകമറിയാമിൽ നിന്ന് വിത്ത് വിതയ്ക്കുകയോ നനയ്ക്കുകയോ ചെയ്യാതെ കിളിർത്തു വന്ന തേജസ്സൻ കിരണമാണ് കർത്താവ് യേശുമിശിഹ എന്ന്. അപ്പം വിതയില്ലാതെ കിളിർത്തു വന്ന തേജസ്സിൻ്റെ കിരണം. വിതയെന്ന് പറഞ്ഞാൽ ഭൗമികമായ വിതയെപ്പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പുല്ല് കിളിർത്ത് എന്തിനാണെന്നൊരു ചോദ്യം ഉദിക്കുന്നുണ്ട്. എൻ്റെ ഉത്തരം, വിതയ്ക്കാതെ കിളിർത്ത പുല്ലും പുരുഷ സ്പർശം കൂടാതെ ജനിച്ച ശിശുവും തമ്മിൽ എന്തോ ഒരു കമ്പാരിസൺ ഉണ്ട് എന്നാണ്. അപ്പോൾ ആ ശിശുവിനെ ഗുഹയിൽ പ്രസവിച്ചിട്ട് പുൽത്തൊട്ടിയിലാണ് കിടത്തിയിരിക്കുന്നത്. ഗുഹയിൽ പ്രസവിച്ചെന്നുള്ള കാര്യം വേദപുസ്തകത്തിലില്ല, നമ്മുടെ ക്രമങ്ങളിൽ ധാരാളം സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. അപ്പോൾ ഗുഹയിൽ പ്രസവിച്ച ശിശുവിനെ പുൽത്തൊട്ടിയിൽ കിടത്തുവാനുള്ള പുല്ലും അവിടെ തന്നെ ഗുഹയിൽ തന്നെ ഉണ്ടായി. ആ പുല്ല് ശേഖരിച്ച് പുൽത്തൊട്ടിയിൽ പ്രത്യേക ഒരു സ്ഥലത്ത് കൊണ്ട് വിരിച്ചിട്ട് അതിലെ കീറത്തുണി വിരിച്ച് അതിന്മേലാണ് ശിശുവിനെ കിടത്തിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ കർത്താവ് യേശുമിശിഹ വിശുദ്ധ വേദപുസ്തകത്തിലെ ഇതുപോലെ പല സംഭവങ്ങളും ഉണ്ടല്ലോ. മാതാവിൻ്റെ കന്യകാജനനത്തെ പറ്റി എന്താ പറയുന്നത്? അത്ഭുതമായി സൽഫലമേകിയോരാ തരുമത്സ്യം തീക്കൽ പാറ ത്രിരഹസ്യാൽ തിരുസഭ വിശ്വാസ ത്യാഗികളുതുപാദിക്കുന്നു തരുവിൽ നിന്നജമുണ്ടായി. വൃക്ഷത്തിൽ നിന്ന് കുഞ്ഞാടുണ്ടായി. തോയം തീക്കല്ലിൽ നിന്നും ആശീമോൻ ദേശത്തെ ഇസ്രായേലിന് കൊടുക്കാൻ വേണ്ടി തീക്കല്ലിൽ നിന്നും 12 ഉറവകളുണ്ടായി. മത്സ്യമതേകിയ എസ്തീറ, മത്സ്യത്തിൻ്റെ വായിൽ നിന്ന് എസ്തീറ കിട്ടി. കന്യാപ്രസവേവാദീപോർ കിവയേറ്റം വാട്ടം നൽകും എന്നല്ലേ നമ്മുടെ പ്രാർത്ഥനയിൽ പാടുന്നത്. അതുപോലെ ഒരു അത്ഭുതമാണ് ഈ പുല്ല് കിളിർത്തതെന്ന് അനുമാനിക്കുന്നതിന് യാതൊരു പ്രയാസവുമില്ല. അതുമല്ല, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു കടൽ തീരത്ത് വെച്ച് ശ്ലീഹന്മാർ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. അവിടെ അവരെ തിരിച്ചു വന്നപ്പോൾ അവർ വറുത്ത മീനും തേനും ഭക്ഷിച്ചതായിട്ട് പറയുന്നുണ്ട്. പിടിക്കാതെയും കനലിന്മേൽ വറക്കാതെയും കണ്ടിരുന്ന വറുത്ത മീനെന്നാണ് അതിൻ്റെ അർത്ഥം. പിതാക്കന്മാർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഹേബോറ ആഴ്ചയിലെ പ്രവചനസഹറായിൽ പറയുന്നുണ്ട്. അപ്പം മീനും തേനും അതും അത്ഭുതമായിട്ട് അവിടെ ഉണ്ടായതാണ്. അപ്പോൾ അതൊക്കെ അത്ര വലിയ കാര്യങ്ങൾ കിടക്കുന്നിടത്ത് ഗുഹയിൽ പുല്ല് കിളിർത്തെന്ന് പറയുന്നതിൽ അവിശ്വസനീയമായിട്ടൊന്നുമില്ല. അതുപോട്ടെ. ഇനി അടുത്തത്, ഇന്ന് വടി പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. അതാണ് ഇതിലൊക്കെ പ്രയാസം. ഇത് വളരെ ദുരൂഹമായൊരു സംഗതിയാണ്. സാധാരണക്കാരെ ഒക്കെ മനസ്സിലാകാൻ പ്രയാസമാണ്. വടി പ്രത്യക്ഷപ്പെട്ടു. ഈ വടി ഏതാണെന്ന് അറിയത്തില്ല. ഈ വടിയെപ്പറ്റി നമ്മൾ അറിയണമെങ്കിൽ പുറകോട്ട് പോകണം. പഴയ നിയമത്തിൽ പുറകോട്ട് ചെന്ന് ഹോറേബ് മല വരെ പോകണം. ഹോറേബ് മലയിൽ ദൈവം ആട്ടിടയനായ മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു. അവിടെ പ്രത്യക്ഷപ്പെട്ട് മിസ്രൈമിലേക്ക് പോയി തൻ്റെ ജനത്തെ
വിടുവിച്ച് കൊണ്ടുവരണമെന്ന് കൽപ്പിക്കുകയും അതനുസരിച്ച് മോശയെ ബലപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ അവസാനം ദൈവം തൻ്റെ യഥാർത്ഥ പേരും കൂടെ വെളിപ്പെടുത്തി. മോശ ആവശ്യപ്പെട്ടതനുസരിച്ച് എന്നെ ആരയച്ചു എന്ന് ഫറവോൻ ചോദിച്ചാൽ ഞാൻ എന്ത് പറയുമെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, എൻ്റെ നാമം ദൈവം പറയുകയാണ്, എൻ്റെ നാമം ആയാം എന്നാകുന്നു, ഞാനാകുന്നവൻ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ 7 ലോകങ്ങളിലെ ദൈവശക്തിയുണ്ട്, ദൈവനാമമുണ്ട്. അതിലെ 7ാമത്തെ ലോകമായ തേജോ ലോകത്തിലെ സ്വർഗീയ ഉറുസലേമിലെ ദൈവനാമമാണ് അയാമെന്നുള്ളത്, ഞാനാകുന്നവൻ. ആ നാമം മോശയ്ക്ക് കൊടുക്കുന്നു. അതുകൂടാതെ വേറെ ഒരു അത്ഭുതം കൂടെ അവിടെ കാണിച്ചു. അതെന്താ? മോശയോട് ചോദിച്ചു, നിൻ്റെ കയ്യിലിരിക്കുന്ന എന്തോ എന്ന്. മോശ പറഞ്ഞു, ഒരു വടി. ആ വടി താഴെ ഇടാൻ പറഞ്ഞു. താഴെ ഇട്ടപ്പോൾ സർപ്പമായി. മോശ വിരണ്ട് പുറകോട്ടോടി. അപ്പോൾ പറഞ്ഞു, നീ മുമ്പോട്ട് വന്ന് അതിൻ്റെ വാലിൽ പിടിച്ച് വലിക്കുക എന്ന് പറഞ്ഞു. അത് പ്രകാരം ചെയ്തപ്പോൾ അത് വീണ്ടും ഒരു വടി ആയിത്തീർന്നു. അതിനെ സർപ്പവടി എന്ന് നമുക്ക് പറയാമെങ്കിലും അതിൽ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് അത് ദൈവത്തിൻ്റെ വടി എന്നാണ്. മനസ്സിലായല്ലോ? ദൈവത്തിൻ്റെ വടി. ഈ വടി മിസ്രയീമിൽ കാണിച്ച അത്ഭുതങ്ങളെപ്പറ്റി നിങ്ങൾക്കൊക്കെ അറിയാം. അതിൻ്റെ അഗ്രം തൊട്ടപ്പോൾ വെള്ളം ചോരയായി തീർന്നു. ഈ വടി കൊണ്ട് ചെങ്കടലിനെ ക്രൂശാകൃതിയിൽ അടിച്ചപ്പോൾ, അത് പിതാക്കന്മാരുടെ എഴുത്തിലേ ഉള്ളൂ, അത് പുസ്തകത്തിലില്ല, ക്രൂശാകൃതിയിൽ താടിച്ചപ്പോൾ ചെങ്കടൽ 2ആയി വിഭാഗിച്ചു. ഉണങ്ങിയ നിലത്തുകൂടി ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ വന്നു. അപ്പോൾ ഈ വടിയുടെ പ്രാധാന്യം നോക്കി ഇതിനെപ്പറ്റി പിതാക്കന്മാർ എഴുതിയിട്ടുണ്ട്. നമ്മുടെ പള്ളിപ്പെരുന്നാളിന് പ്രദക്ഷിണത്തിന് കുരിശുംതൊട്ടിയിലെ വന്ന് പാടുന്ന ഒരു പാട്ടുണ്ട്, ഞാൻ പാടാം. മുസബഹുത്തറേ ഫൽഗലയാമുകുദം വശറീസോ വാബാറീസറോയേൽ മൊറാനേശൂദസലിബുനുഹറോ പത്തഹോലശിയൂൽ വാക്കിം ലആനീദെ ബ്രിഖോമിശിഖോ ദർശിലാനുറഹുദഹായി മെൻഗാവുറലഗൗപാറുദൈസോ. അതിൻ്റെ അർത്ഥം, വിഭജിച്ചാഴിയ സൈന്യസമക്ഷം വടിയാൽ മോശ ഗദരായിസറായേൽ മൊറാനേശു സ്ലീബായാലെ സിയോളു തുറന്നാമൃതരേയേറ്റി കബറിൽ നിന്നും പരദീസേറും ജീവിതമം വഴികാട്ടിയ മശിഹ ധന്യൻ. കണ്ടോ? ആ വടിയും കർത്താവേശു മിശിഹായുടെ കുരിശും തമ്മിലൊരു കമ്പാരിസനാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഈ വടിയുടെ രഹസ്യം എന്ന് പറയുന്നത്, രക്ഷയുടെ രഹസ്യം അതിൽ അടങ്ങിയിരിക്കുകയാണ്. ചെങ്കടലിലെ ജലത്തിൽ നിന്നുള്ള രക്ഷ, പാതാളത്തിലെ സാത്താൻ്റെ കെണിയിൽ നിന്ന്, അല്ലെങ്കിൽ സാത്താൻ്റെ നുകത്തിൽ നിന്നുള്ള വിടുതൽ, ഇതിൻ്റെ എല്ലാം രഹസ്യം ഈ വടിയിലാണ് ഇരിക്കുന്നത്. ഇനിയും ഈ വടി എന്ന് പറയുന്നത് കർത്താവേശു മിശിഹായുടെ ആളത്വം തന്നെ, നാമതല സൂചനയുടെ രഹസ്യവും മർമ്മങ്ങളും അതിൽ അടങ്ങിയിരിക്കുന്നു എന്ന ഒരു സിമ്പിളാണ്, ഒരു പ്രതീകമാണ്. അത് ശക്തിയുള്ളതാണ്. അതാണ് കുരിശിൻ്റെ ശക്തി. കുരിശ് വിഗ്രഹമൊന്നുമല്ല ബന്ധിക്കസുകാർ പറയുന്ന പോലെ. കർത്താവേശുമായുടെ ശക്തി ഈ വടിയിൽ എപ്രകാരം അടങ്ങിയിരുന്നുവോ അപ്രകാരം വേണം ഇന്ന് ഗുഹയിലേക്ക് നമ്മൾ വരുമ്പോൾ ഇന്ന് വടി പ്രത്യക്ഷപ്പെട്ടു. ആ വടി ഇന്ന് ശിശുവായിട്ട് സ്വയമേ വെളിവായി ബേഥലഹേം ഗുഹയിൽ കിടക്കുന്നു. ഒത്തിരി വടികൾ വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. അഹരോന്റെ തളർത്ത വടി, ഔസേപ്പിന്റെ പ്രാവ് എന്ന് ആവശ്യിച്ച വടി, സഭയിലുണ്ട് ആചാര്യന്മാരുടെ അംശവടി, ഹുത്രോ എന്ന് പറയുന്ന പത്രികീസ് ബാവായുടെ വടി, അംശവടി, പിന്നെ വലത്തെ കയ്യിലിരിക്കുന്ന സ്ലീബ, അരിശത്തിൻ്റെ വടിയുണ്ട്, അത് മറക്കണ്ട. ശിക്ഷകൾ കോപത്തിൻ വടികൾ ഞങ്ങളിൽ നിന്നകലെ പോകാൻ ഏകാത്മജനോട് അർത്ഥിക്കുക. അപ്പോൾ ഈ കോവിഡ് കാലത്ത് ഒരു അരിശത്തിൻ്റെ വടിയാണ് ഓങ്ങിയിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കാം.
അതുമല്ല, ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, പിന്നെയും വടിയുണ്ട്. നമ്മുടെ സ്ത്രീകളുടെ ശവസംസ്കാര ശുശ്രൂഷയിൽ 3 വടികളെ പറ്റിയിട്ടുണ്ട്. വടികൾ 3 എന്നെ താടിച്ചു എന്ന് പറയുന്നുണ്ട്. മരണസമയത്ത് 3 വടികൾ കൊണ്ട് എന്നെ അടിച്ചു എന്നാണ് പാട്ടിൻ്റെ അർത്ഥം. അത് പല അച്ഛന്മാരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, സാറേ ഈ 3 വടി എന്നതാന്ന്. അപ്പോൾ ആ 3 വടി എന്ന് പറയുന്നത് ഒന്ന് ശരീരത്തിനെ അടിക്കുക, രണ്ടാമത് ദേഹിയെ അടിക്കുക, മൂന്നാമത് ആത്മാവിനെ അടിക്കുക. അങ്ങനെ ദേഹം, ദേഹി, ആത്മാവ് എന്നീ 3 തരത്തിലുള്ള അടികൾ നമ്മൾ കൊള്ളണമെന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് വിശദീകരണങ്ങളുണ്ട് ഈ വടിക്ക്. അപ്പോൾ ഇന്ന് ബേത്ലഹേമിൽ പ്രത്യക്ഷപ്പെട്ട വടി എന്ന് പറയുന്നത് പഴയ നിയമത്തിലെ ഹോറേബ് മല വരെ അതിൻ്റെ ചരിത്രം എത്തി നിൽക്കുന്ന വടിയാകുന്നു എന്ന് നാം മനസ്സിലാക്കണം. അത് കർത്താവ് യേശുമിശിഹായുടെ സ്ലീബായുടെ ഒറിജിനൽ സിമ്പിളാണ്, പ്രതീകമാണ്. പ്രതീകത്തെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇറ്റ് ഈസ് ട്രാൻസ്ലേഷൻ ഓഫ് റിയാലിറ്റി ഇൻടു ആൻ അപ്രഹെൻസിബിൾ ഫോം. റിയാലിറ്റിയാണ്. അതുകൊണ്ടാണ് നമ്മൾ സ്ലീബ ആഘോഷിക്കുകയും സ്ലീബായെ വന്ദിക്കുകയും ചെയ്യുന്നത്. ക്രിസ്മസിന് ഇനിയും ഞാൻ ഇന്നലെ പറഞ്ഞ ശുശ്രൂഷകളും പ്രാർത്ഥനകളും എല്ലാം കഴിഞ്ഞ് അവസാനം രാത്രി പ്രാർത്ഥന കഴിഞ്ഞ് പ്രദക്ഷിണവും കഴിഞ്ഞ് മധുബഹായക്കാർ സ്ലീബ ആഘോഷമുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ലത്തീൻ കുരിശാണ്. കുരിശുകൾ അനേക തരമുള്ളതിൽ ലാറ്റിൻ കുരിശാണ് ജീവസംബന്ധമായ ഏറ്റവും പ്രാധാന്യമുള്ളത്. അതൊരു രഹസ്യമായ, അത് ശാസ്ത്രീയമാണ്, അത് ഞാനിപ്പോൾ പറയുന്നില്ല. അത് ലത്തീൻ കുരിശാണ് ജീവൻ്റെ ഏറ്റവും സിംപിളസ്റ്റ് ആയിട്ടുള്ളതും ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ളതുമായ കുരിശ്. ആ കുരിശാണ് നമ്മുടെ സഭയിൽ ആരാധനയ്ക്കും വാഴ്വിനും മുത്തിക്കാനും എല്ലാം ഉപയോഗിക്കുന്നത്. ഓരോരോ ശുശ്രൂഷയുടെ ക്രമം അനുസരിച്ച് ആ കുരിശിന് ക്രിസ്മസിന് പ്ലെയിൻ കുരിശ്, ധനഹായക്ക് കുരിശ്, സ്ഫടിക പാത്രത്തിലെ വെള്ളത്തിൽ അതിൻ്റെ സ്റ്റേക്ക് വെള്ളത്തിൽ മുക്കി നിൽക്കുന്നതായിട്ട്, അത് കുരുത്തോലയ്ക്കാണെങ്കിൽ കുരുത്തോലയോടുകൂടെ കുരിശ്, ദുഃഖവെള്ളിയാഴ്ച വെള്ളത്തുണിയിൽ കുരിശ്, ഉയർപ്പിന് പട്ടുതുണിയിൽ കുരിശ്, ചുമന്ന തുണിയിൽ കുരിശ്. അങ്ങനെ നമ്മുടെ ആ ശുശ്രൂഷകളെല്ലാം വളരെ അർത്ഥഗർഭമായിട്ടുള്ളതാകുന്നു എന്നും കൂടെ ഈ തരുണത്തിൽ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇന്ന് ബേത്ലഹേം ഗുഹയിൽ ആണ് ആ വടി പ്രത്യക്ഷപ്പെട്ടത്. ഇനിയും അടുത്തത് ഞാൻ അതേപടി വായിക്കാം. ഇന്ന് ഗുഹയിൽ പുല്ലുകൾ ഇറക്കുകയും ഇന്ന് വടി പ്രത്യക്ഷപ്പെടുകയും ഈശായുടെ കുറ്റിയിൽ നിന്ന് മുളയുണ്ടാവുകയും ചെയ്തു. ഇതെന്തോ മുളയാ? ഈശായി ആരാ? ഈശായി എന്ന് പറയുന്ന ദാവീദ് ഈശായുടെ മകനാണ്. അപ്പോൾ ഈശായുടെ കുറ്റി എന്ന് പറയുന്ന ദാവീദിൻ്റെ വംശത്തെ പറ്റിയാണ് അവിടുത്തെ റെഫറൻസ്. മാതാവിനെ പറയുന്നത് എന്നതാ? ദാവീദിൻ്റെ പുത്രി എന്നാണ് പറയുന്നത്. ദാവീദ് പുത്രി ഭൂപാലരനേക്കും ഭൂപങ്കൽ കാരുണ്യം ദേ കൺമതിനാലേ യാചിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനകളിലെല്ലാം വിശുദ്ധ മാതാവിനെ ദാവീദ് പുത്രിയാണെന്ന് വിശ്വസിക്കുന്നത്. അപ്പോൾ ആ ദാവീദ് പുത്രിയിൽ നിന്ന് ജനിച്ച ദാവീദിൻ്റെ പുത്രനാണ് കർത്താവായ യേശു ക്രിസ്തു. യേശുവിനെ എങ്ങനെയാ ആ രോഗികളൊക്കെ അഡ്രസ് ചെയ്തില്ലേ? യേശുവേ ദാവീദ് പുത്ര എന്നിൽ കനിവ് തോന്നണമേ എന്ന് പറയുന്നത്. അപ്പോൾ ആ ദാവീദ് പുത്ര. പിന്നെ വേറൊരു രഹസ്യം കൂടി ഇതിലുണ്ട്. യഹൂദന്മാരുടെ കബാല എന്ന് പറഞ്ഞാൽ അവരുടെ വലിയൊരു ദിവ്യജ്ഞാനങ്ങളെല്ലാം ലഭിക്കുന്ന ഒരു പുസ്തകമാണ്, അല്ലെ ഒരു രീതിയാണ്. ആ കബാലയിൽ പറയുന്നത് ദൈവത്വത്തിന് 10 പടികളുണ്ടെന്നാണ് പറയുന്നത്. അത് മുകളിൽ യാഹ്വേ, എലോഹീം, എൽ ശദ്ദായ്, അങ്ങനെ കീഴോട്ട് വന്നിട്ട് എൽ ശദ്ദായ് എന്നുള്ള വാക്ക് നമ്മുടെ ലിറ്റററിയിലുണ്ട്, പിന്നെ പറഞ്ഞോളാം. അത് കീഴോട്ട് വന്നിട്ട് അവസാനിക്കുന്നത് 10ാമത്തേത് ദാവീദിനെ പറ്റിയാവുക. ദാവീദിൻ്റെ രാജ്യം എന്നാണ് പറയുന്നത്. മൽക്കൂസോ ദാബോദീലൻ, ദാവീദ് എന്ന് നമ്മുടെ സുറിയാനിയിലും നമ്മൾ പറയുന്നുണ്ട്. ദാവീദിൻ്റെ രാജ്യം വാഴ്ത്തപ്പെട്ടതാവുന്നു എന്ന് ഓശാനയ്ക്കൊക്കെ പറയുന്നില്ലേ. അപ്പോൾ ദാവീദിലെ ഏതാണ്ടൊരു തരം ദൈവത്വം ദർശിക്കുന്ന ഒരു രീതിയാണുള്ളത്. അപ്പം നമ്മുടെ മൂറോം കൂദാശയുടെ ഒരു ശുശ്രൂഷയിലും അതിൻ്റെ ഒരു റെഫറൻസ് ഉണ്ട്, അത് ഞാൻ പാടാം. ഈശൈസുതനെ അഭിഷേകം ചെയ്യുവാൻ തൈലവുമായി എത്തിയ ശമുവേലി മർമ്മം സൂചിപ്പിച്ചു പുരാ. ഇനി ശ്രദ്ധിക്കണം. ഉടൽ പൂണ്ടോൻ തൻ സാദൃശ്യം ദാവീദിൽ ദർശി ശിവനുടയോൻ തൻ അഭിഷിക്തൻ താനെന്നുര ചെയ്താൻ. എന്താ അർത്ഥം? ഉടൽ പൂണ്ടോനെന്ന് പറഞ്ഞാൽ ആരാ? ഈ ബേത്ലഹേമിലെ ശിശു.
ജഡം ധരിച്ച വചനം. അതിൻ്റെ സാദൃശ്യം ദാവീദിൽ ദർശിച്ചു എന്നാണ് പറയുന്നത്. ദാവീദിനെ കണ്ടപ്പോൾ കർത്താവേശു മിശിഹായുടെ സാദൃശ്യമാണ് പ്രവാചകൻ കണ്ടത്. എന്നിട്ട് എന്ത് ചെയ്തു? ഇവനുടയോൻ തൻ അഭിഷിക്തൻ താനുരജൈവദാൻ. എന്നിട്ട് എന്ത് ചെയ്തു? ഈശായപുത്രനെ അഭിഷേകം ചെയ്യാൻ തൈലവുമായി എത്തിയ ആ പ്രവാചകനാണ്. പ്രവാചകൻ ആത്മീയ ദൃഷ്ടിയിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഒരു പ്രതിരൂപമായിട്ടാണ് ദാവീദിനെ കണ്ടത്. അതാണ് ദാവീദിൻ്റെ പ്രാധാന്യം. അപ്പോൾ ദാവീദിൻ പുത്രി എന്ന മാതാവിന് പേരായി, ദാവീദ് പുത്രൻ എന്ന കർത്താവേശു മിശിഹായ്ക്കും പേരായി. അതാണ് അതിൻ്റെ പ്രാധാന്യം. ഇന്ന് ഈശായുടെ കുത്തിയിൽ നിന്ന് മുളയുണ്ടായി. അതാണ് ഈശായുടെ മകൻ ദാവീദിൻ്റെ ആ റെഫറൻസാണത്. ഈശായുടെ കുത്തി എന്ന് പറയുന്ന അതാണ്. ഇനി ഈ സദറ കണ്ടിന്യൂ ചെയ്യാം. ഇന്ന് നമുക്കായി ഒരു ശിശു ജാതനായിരിക്കുന്നു, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു. ലോകൈക വീരനെ ഇന്ന് കന്യക പ്രസവിക്കുകയും അവൻ്റെ നാമം അത്ഭുതമെന്ന് വിളിക്കപ്പെടുകയും ചെയ്തു. ഇന്ന് ദൈവം ഭൂമിയിൽ ഉദയം ചെയ്ത് ലോകത്തെ അതിൻ്റെ അതിർത്തിയോളം പ്രകാശിപ്പിച്ചു. സൃഷ്ടികൾ തൻ പ്രഭയാം രവിയെ വാഴ്വഴും അമ്മേ കന്യകയായി പ്രസവിച്ചോൾ നീ സൗഭാഗ്യവതി എന്ന് നമ്മൾ പ്രഭാത പ്രാർത്ഥന പാടുമല്ലോ. ഇനിയും ഇന്ന് ഈ ഹൂദിലെ ബേത്ലഹേമിൽ നിന്ന് ജീവൻ്റെ അപ്പം ആവിർഭവിച്ചു. യോഹന്നാന്റെ സുവിശേഷ 6-ാം അധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ ആ ജീവൻ്റെ അപ്പത്തെപ്പറ്റി. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവൻ്റെ അപ്പമാകുന്നു എന്ന് കർത്താവ് തന്നെ സാക്ഷിക്കുന്നുണ്ട്. നീക്കോദിയോസ് മോശനോട് കർത്താവിൻ്റെ പേര് പറഞ്ഞു കൊടുത്തില്ലേ? ബിഫോർ എബ്രഹാം വാസ് അയാം. അബ്രഹാമിന് മുമ്പേ അയാം എന്ന പേരുള്ള ഞാൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ പോലെയാണ് ഈ ജീവൻ്റെ അപ്പം. അടുത്തത്, ഇന്ന് വാതിലും അതിൽ കൂടി പ്രവേശിക്കുന്ന കർത്താവും പ്രത്യക്ഷപ്പെട്ടു. ഉണ്ടോ? എസെക്കിയേൽ പ്രവചനത്തിലുണ്ടല്ലോ കിഴക്കേ വാതിലിൽ കൂടെ പ്രവേശിച്ചു എന്ന്. അതാണ് അതിൻ്റെ റെഫറൻസ്. ഇന്ന് ദൃഷ്ടാന്തങ്ങൾ നിറവേറ്റി സ്വർഗീയ ബോധങ്ങൾക്ക് സ്പർശിച്ചു കൂടാത്തവനെ കൈകൾ സ്പർശിച്ചു. യാതൊരു മാലാഖയുടെയും ഇന്ദ്രിയങ്ങൾ കണ്ടിട്ടില്ലാത്തവനെ ഇന്ന് കൈവിരലുകൾ ഗ്രഹിച്ചു. ക്രൂബേന്മാരാൽ വഹിക്കപ്പെടുന്നവൻ ഇന്ന് കാൽമുട്ടുകളിന്മേൽ വഹിക്കപ്പെടുകയും ചെയ്തു. ഇതൊക്കെയാണ് ഇന്ന് സംഭവിച്ചത്. ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ പറയാനേ വെക്കൂ. അപ്പോൾ അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റി വെക്കാം. അത് അവിടെ വന്ന ആട്ടിടയന്മാരെയും ഗൂശയന്മാരെയും സംബന്ധിക്കുന്ന കാര്യമാണ്.